എല്ലാം റെഡിയായി, എല്ലാ സംഗതിയും ഒരുക്കിക്കൊണ്ട് ഇറാൻ ഇതാന്താണ് ലോകത്തിന് മുമ്പിൽ നമ്പർ 1 ആയിട്ട് ഇറാൻ എന്താ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ്റെ പടക്കപ്പൽ വരുന്ന സമയത്ത് അമേരിക്ക വിചാരിച്ച് ഇറാൻ പേടിച്ചങ്ങ് പോവുകയെന്ന് വിചാരിച്ച് സംഭവിച്ച കാര്യങ്ങൾ വേറെയാണ് മക്കളെ. ഇറാൻ എന്താ അറിയോ, എല്ലാവിധ സംവിധാനങ്ങളും, ഹൈപ്പർ മിസൈലുകൾ, ഇറാൻ്റെ പുതിയ ടെക്നോളജിക്കൽ മിസൈലുകൾ, യുദ്ധക്കപ്പലുകൾ, പല സൈസുകളുള്ള കപ്പലുകൾ, എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അമേരിക്കൻ്റെ വരവ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അടിക്കാനുള്ള എന്തെങ്കിലും രൂപത്തിൽ അമേരിക്ക കളിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ അടിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും റെഡിയാക്കി നിങ്ങൾ വന്നോളൂ എന്ന് കാത്തു നിൽക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും അമേരിക്കൻ്റെ 100 കണക്കിന് കപ്പലുകളാണ് വരുന്നത്. അതിനേക്കാൾ 3 ഇരട്ടി ശക്തിയോടെ സാധനങ്ങൾ ഇറാന് കൈവശമുണ്ടെന്നും ഇറാൻ എല്ലാവിധ സംവിധാനങ്ങളും കടലിൽ സജ്ജീകരിച്ച് നിൽക്കുകയാണ്. കാരണം അറിയോ, അമേരിക്കൻ അതേ പവറുള്ള ഒരുപാട് കപ്പലുകൾ ഇറാന് കൈവശമുണ്ട്. അതെല്ലാ സംഗതിയും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. കാരണം അറിയോ, അമേരിക്കൻ്റെ ഒരു വെളുവാണ് നടക്കില്ല. സാധാരണ അമേരിക്ക ഒരു അടിയടിച്ച് പോകുന്ന പരിപാടിയാണ്. അത് ഇറാൻ നന്നായിട്ട് അറിയാം. മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, ഇറാനെ സംബന്ധിച്ചോളം ഇറാൻ്റെ പല മിസൈലുകളും അമേരിക്കയിലും പല സ്ഥലത്തും പോയി വീണിട്ടുണ്ട്. ഇറാൻ്റെ മിസൈലുകൾ, ഹൈപ്പർ മിസൈലുകൾ, അങ്ങനത്തെ മിസൈലുകളാണ് ഇറാന് കൈവശമുള്ളതെന്നുള്ളത് നന്നായിട്ടറിയാം ട്രംപിന്. ആ ഒരു പേടി എപ്പോഴും ഉണ്ട്. കാരണം ഇപ്പം റഷ്യ, ചൈന ഓരൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഇറാനെ സംബന്ധിച്ചോളം ഇറാന് ഒരു ഭയവുമില്ല. താണ്ടപാടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ. അവിടുത്തെ ഇറാൻ പട്ടാൾക്കാർ ചെയ്യുന്ന കാര്യം എന്താ അറിയോ, നൃത്തമാടുകയാണ്. വന്നോട്ടെ, അമേരിക്ക ചെയ്തുകൊണ്ട് കപ്പൽ വന്നോട്ടെ വന്ന് നൃത്തമാടുന്ന ഫോട്ടോസും വീഡിയോസുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കേണ്ട എന്താ സംഭവം എന്താ അറിയോ, മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഇറാൻ പേടിക്കല്ല, ഇറാൻ ആവശ്യമാണ്. ഇറാൻ അമേരിക്ക ഒന്ന് ചൊറിഞ്ഞ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. കാരണം റഷ്യ കാത്തു നിൽക്കുകയാണ്, അതേപോലെ തന്നെ ചൈന കാത്തു നിൽക്കുകയാണ്, നാറ്റോ രാജ്യങ്ങൾ കാത്തു നിൽക്കുകയാണ്. കാരണം എന്താ പറയുക, അമേരിക്കൻ്റെ പതനം, അമേരിക്ക ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരി ഈ ട്രംപിൻ്റെ കയ്യിൽ അമേരിക്കൻ സ്ഥാനം കിട്ടിയും കൊണ്ട് ഇപ്പം ലോകം മൊത്തമായിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ മോശപ്പെട്ട ടീമായി മാറി, ഏറ്റവും യുദ്ധക്കൊതിയന്മാരായി മാറിയ അമേരിക്ക ഒരു വെളും നടക്കില്ല. കാരണം ഈ പ്രാവശ്യം ട്രംപിൻ്റെ എല്ലാ വെളും തീരും, എല്ലാ പവറും പോകും. കാരണം അമേരിക്കനോട് അമേരിക്ക കളിച്ചാൽ ഇറാൻ കയറി കളിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നല്ല 8ൻ്റെ പണിയും 16 പണിയും ഇറാൻ്റെ അടുത്ത് നിന്ന് കിട്ടും. കാരണം എന്താ പറയുക, ഇറാൻ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമല്ല, ഇറാൻ ചെറിയ ശക്തിയല്ല. എല്ലാ വിധത്തിലും ആണവായുധങ്ങൾ പോലും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും വലിയ പ്രശ്നം ഹൈപ്പർ മിസൈലുകളാണ്. പല തരത്തിലുള്ള മിസൈലുകളാണ് ഇറാൻ്റെ കയ്യിലുള്ളത്. ആ മിസൈലുകൾ ഉപയോഗിച്ച് ഈ പറയുന്ന ഈ കപ്പലുകളൊക്കെ തന്നെ താത്തിക്കെട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള മിസൈലുകളും അതിന് ഡ്രോണുകളും അതിന് സംവിധാനങ്ങളും ഇറാന് കൈവശമുണ്ടെന്നും ഇറാൻ എന്താ പറയുക, ഏത് നിമിഷവും ഒരു ചെറിയൊരു സൂചി കൊണ്ട് നുള്ളി നോവിച്ചാൽ തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് അമേരിക്കൻ എല്ലാ ബേസ് സാധനങ്ങളും മൊത്തം അടിച്ച് തകർക്കുന്ന ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഏതായാലും ട്രംപ് എന്ത് ചെയ്യുമെന്നറിയില്ല. ട്രംപിൻ്റെ ഈ കപ്പലെ കൊണ്ട് നീങ്ങുന്നില്ല എന്ന് തോന്നുന്നു, എന്തോ പ്രശ്നം ഉണ്ടായിട്ട് നീങ്ങുന്നില്ല എന്ന് തോന്നുന്നു. അത് ആരും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണും. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാൻ. താങ്ക് യു വെരി മച്ച്.